He was Muhammad sallallahu alayhi wa sallam. Muhammad, mercy upon mankind. He was Muhammad sallallahu alayhi wa sallam. Muhammad, mercy upon mankind, teacher of all mankind. أبا القاسم يا حبيبي يا محمد يا شفيعي يا محمد. عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സമാദരണീയരായ സാദാത്തുക്കൾ, അഭിവന്യരായ ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുറസൂലിന്റെ പേരിൽ ഒത്തുകൂടിയ നമ്മുടെ ഈ സംഗമം പൊരുത്തപ്പെടുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആർക്കാമെന്ന് പലയിടത്തും വെച്ച് ഏറ്റെടുത്തവർ, നമുക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളവർ എല്ലാവരെയും അല്ലാഹു അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാവിധ ശാരീരിക മാനസിക പ്രയാസങ്ങൾക്കും റബ്ബ് സന്തോഷമുള്ള പരിഹാരം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലും അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ്സുകൊണ്ട് അള്ളാഹു നമ്മയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് മുത്തുനബിയുടെ സ്വഭാവ മഹിമ എന്ന വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ചക്കെടുക്കാനുള്ളത്. അർഹമായി പറയാൻ എനിക്കും ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നിശ്ചയം നബിയെ തങ്ങൾ വളരെ മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ്. ആ സ്വഭാവം തന്നെ തങ്ങളെ താഴെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ സ്വഭാവത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ് ഈ ആയത്തിലൂടെ. അങ്ങനെ നൽകിയ അല്ലാഹു ഉമ്മത്തുകളായ നമ്മോട് പറഞ്ഞതോ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. ഏതൊരു മനുഷ്യനും ജീവിതത്തിന്റെ ഏതു മേഖലകളുമായി ബന്ധപ്പെട്ടായാലും ഹബീബ് റസൂലുള്ളാന്റെ സ്വഭാവങ്ങൾ ആ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. ആ രേഖപ്പെടുത്തപ്പെട്ട സ്വഭാവങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആ രംഗത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാനുള്ള സാഹചര്യം അതിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ആമുഖമായി തന്നെ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ സ്വഭാവങ്ങളിൽ പടച്ച റബ്ബ് നൽകുന്ന മഹത്വം എത്രയാണെന്നും ആ സ്വഭാവങ്ങളെ ഫോളോ ചെയ്ത്
അത് പിന്തുടർന്ന് മുന്നോട്ടു പോകാൻ നമുക്കുള്ള ബാധ്യതയും കടപ്പാടും എത്രയാണെന്നും വളരെ കണിശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാന്റെ സ്വഭാവങ്ങൾ ഓരോന്നും, അതായത് നമ്മൾ സാധാരണ പറയും ഒരു സൽസ്വഭാവിയാണ്, അയാൾ നല്ല സ്വഭാവക്കാരനാണ്, നല്ല മനുഷ്യനാണ് എന്ന് പറയും. എന്താണ് ഈ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ? ആദ്യമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം. മഹിമയുള്ള സ്വഭാവം, അതാ റസൂലുള്ളാക്കുള്ളതൊക്കെ. എന്താണ് ഈ മഹിമയുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ? കാണുന്നവരോടൊക്കെ ചിരിക്കാന്നാണോ? ചിലപ്പോൾ നമ്മൾ തന്നെ ആൾക്കാർ പറയും സംഗതി ആള് ജമാഅത്തുകാരനാണെങ്കിലും നല്ല സ്വഭാവമാണ്. എന്താ? എല്ലാവരും കാണുമ്പോഴും ചിരിക്കും. വാസ്തവത്തിൽ ആ രണ്ടും തമ്മിൽ ഒക്കണില്ല. ആ സെന്റൻസിന്റെ ആദ്യം അവസാനം തമ്മിൽ എതിരാണ്. കാരണം എന്താ? ജമാഅത്തുകാരനാണ് എന്ന് പറയുന്നതിനോടുകൂടെ നല്ല സ്വഭാവക്കാരൻ എന്നുള്ളത് പിന്നെ പൊളിയാണ്. കാരണം എന്താ? നല്ല സ്വഭാവം എന്ന് ഇസ്ലാം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുന്നതിൽ വിജയിക്കാൻ സാധിക്കുക എന്നതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. കാണുന്നവരോടൊക്കെ ചിരിച്ചാൽ നല്ല മനുഷ്യനാവൂല. അതുകൊണ്ടാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ. പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതേപോലെ ബഹുമാനപ്പെട്ട അവിടുത്തെ സാത്വികരായ സഹാബത്തിനെയും അവരുടെ ഗുണങ്ങൾ പറയുന്നിടത്ത്, അവരുടെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് അള്ള പറയുന്ന പ്രയോഗത്തിന്റെ ശൈലി എന്താ? അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത കണിശമായ നിലപാടാണ് അവർക്ക്. അതേസമയത്ത് റുഹമാഉ ബൈനഹും, യഥാർത്ഥ ആശയപ്പൊരുത്തമുള്ളവരുമായി അവരുടെ ബന്ധം വളരെ ഈടുറ്റതാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ അല്ലാഹു തആല രണ്ടും പറയാണ്. കുറച്ച് ഗൗരവമുള്ള ശൈലിയുണ്ട്, വളരെ നല്ല സോഫ്റ്റായ ശൈലിയുണ്ട്. അപ്പോ എല്ലാരോടും ചിരിക്കൽ നല്ല സ്വഭാവമല്ല, ചിലരോട് ചിരിക്കാതിരിക്കലാ നല്ല സ്വഭാവം. കണ്ടിട്ടില്ലേ നമ്മൾ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ച ദീൻ, ആ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഹബീബ് റസൂലുള്ള തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അള്ളാഹുവിൽ സ്നേഹിക്കുക, അള്ളാഹുവിൽ ദേഷ്യപ്പെടുക. ചിലരോട് ദേഷ്യപ്പെടലാണ് അമല്, ചിലരെ സ്നേഹിക്കലാണ് അമല്. അപ്പൊ എല്ലാരെയും സ്നേഹിക്കലല്ല സൽസ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നല്ല സ്വഭാവം എന്താണെന്ന് വിശദീകരിക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് പറയുന്നത് കാണാൻ സാധിക്കും, ഇജ്തിനാബു മഹാരിമില്ലാ. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നിടത്ത് മഹാനവറുകൾ പറയാണ് ഇജ്തിനാബു മഹാരിമില്ലാ, അള്ള ഹറാമാക്കിയിട്ടുള്ള പടച്ചോൻ വെറുക്കണ സംഗതികളൊക്കെ ഒഴിവാക്കുക, അതാ നല്ല സ്വഭാവം. പടച്ചോൻ ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പൊ റസൂലുള്ളാഹിന്റെ സ്വഭാവം നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയും ആര് ചെയ്യാറില്ല? റസൂലുള്ള ചെയ്യാറില്ല. പടച്ചവന്റെ പൊരുത്തത്തിനെതിരായ ഒരു വിഷയത്തിലേക്കും റസൂലുള്ള കടക്കാറില്ല. നിങ്ങൾ കണ്ടില്ലേ, എല്ലാ നബിമാരും അങ്ങനെയാണ്. പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പും പ്രവാചകനായതിനു ശേഷവും കുറ്റം ചെയ്യുന്നവനായാൽ അയാളെ നബിയാവുന്ന പണിക്ക് പറ്റില്ല. എന്തുകൊണ്ട്? നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിക്കാറുണ്ട്, അർസല അംബിയാദവി ഫാതാന ബിസ്സിദ്ഖി വത്തബ്ലീഗി വൽ ആമാന. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ മുഴുവനും ഈ ലോകത്തേക്ക് നിയോഗിച്ചപ്പോൾ ആ നബിമാർക്കൊക്കെ അല്ലാഹു തആല മഹിതമായ ചില ഗുണങ്ങൾ കൊടുത്തു, ചില സ്വഭാവ വിശേഷണങ്ങൾ കൊടുത്തു. ആ വിശേഷണങ്ങൾ എന്താണ്? ദവി ഫതാനത്തിൻ, ഏറ്റവും നല്ല ബുദ്ധികൂർമ്മതയുള്ളവരായിരിക്കും പ്രവാചകന്മാർ. ഏതൊരു സമൂഹത്തിലേക്ക് പ്രവാചകൻ വന്നാലും ആ സമൂഹത്തിലെ ഏറ്റവും വലിയ കുശാഗ്ര ബുദ്ധിയുള്ള മനുഷ്യന്റെ ബുദ്ധിയെയും വെല്ലാവുന്ന വിധത്തിൽ ഈ പ്രവാചകന് ബുദ്ധിയുടെ വിഷയത്തിൽ ഉന്നതമായ അവസ്ഥ നിലനിൽക്കണം. അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ മുമ്പിൽ ഈ പ്രവാചകൻ മണ്ണുണ്ണിയായാൽ, ഈ പ്രവാചകൻ വേണ്ടതുപോലെ പ്രതികരിക്കാൻ സാധിക്കാതെ വന്നാൽ അദ്ദേഹത്തെ ഇരുത്താൻ ബാക്കിയുള്ള ആളുകൾക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ സാഹചര്യം ഉണ്ടായിക്കൂടാ. ഏറ്റവും നല്ല ബുദ്ധി കൂർമ്മതയുള്ളവരായിരിക്കും പ്രവാചകന്മാർ. അതേപോലെ ഏറ്റവും സത്യം മാത്രം പറയുന്ന സ്വഭാവം സ്വീകരിച്ചവരായിരിക്കും അവർ. അതുപോലെ അവരിലേക്ക് എത്തിക്കാൻ, സമൂഹത്തോട് ഷെയർ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മുഴുവനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവർ പൂർണ്ണമായും ഉത്തരവാദിത്ത നിർവഹണമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അവർ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ നബിയാക്കി അയക്കണമെങ്കിൽ ഈ 4 സ്വഭാവം വേണം. അപ്പൊ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നവൻ ആയാ പിന്നെ അയാൾ ഒരിക്കലും തന്നെ അരുതായ്മകളുടെ കൂടപ്പറപ്പാവില്ല. വേണ്ടാത്തത് ചെയ്യാൻ പാടില്ല ഒരു നബി. കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രവാചകൻ വേണ്ടാത്ത വല്ലതും ചെയ്താൽ ആ പ്രവാചകനെ എതിർക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബ്ലോക്ക് ചെയ്യാനും ശത്രുക്കൾക്ക് ആ ഒരൊറ്റ സംഗതി മതിയാവും സമൂഹത്തിന് മുമ്പിൽ എടുത്തു കാണിക്കാൻ. അതുകൊണ്ടാണ് ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 99.99% നബിമാരും 40 വയസ്സായതിനു ശേഷമാണ് അള്ളാഹു നുബുവത്ത് കൊടുത്തത്. ആ 40 വയസ്സ് വരെയും ആ പ്രവാചകന്മാർ ജീവിച്ചത് എവിടെയാ? താൻ ജനിച്ചു വളർന്ന നാട്ടുകാരുടെ ഇടയിൽ തന്നെയാ ജീവിച്ചത്. എന്നിട്ട് ഈ 40 കൊല്ലം അവർക്കിടയിൽ ആ പ്രവാചകന്മാർ ജീവിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ മഷിയിട്ട് തെരഞ്ഞാലും വേണ്ടാത്ത എന്തെങ്കിലും ഒരു സംഗതി കണ്ടെത്താൻ സാധിക്കാത്ത വിധം പാപരഹിതവും പവിത്രധന്യവും പരിശുദ്ധവുമായ ജീവിതം നയിച്ചുകൊണ്ടാണ് ആ പ്രവാചകന്മാർ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഹബീബ് റസൂലുള്ള 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വ ലബ്ധിയുടെ വിളംബരവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോ നാട്ടുകാർ റസൂലുള്ളാന്റെ പ്രബോധന രീതിയെ എതിർത്തു. ആ സമയത്ത് അള്ളാന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചത് എന്താ? അല്ല സഹോദരന്മാരെ, നിങ്ങൾ എന്തിനാണ് എന്നെ അവിശ്വസിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? 40 കൊല്ലായില്ലേ ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഈ 40 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എന്റെ പ്രവർത്തനത്തിൽ അസ്വാഭാവികമായ വല്ലതും, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വല്ലതും, ഒരു മനുഷ്യന് വിമർശന വിധേയമാക്കാൻ പറ്റുന്ന വല്ലതും എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് റസൂലുള്ള ചോദിച്ചു. അല്ലെങ്കിൽ തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു. ലഖദ് ലബിസ്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ താമസിച്ചില്ലേ? എത്ര ഉമുറൻ, വർഷങ്ങളോളം താമസിച്ചില്ലേ? മിൻ ഖബ്ലിഹി, ഇപ്പറഞ്ഞൊരു വാദം നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നതിന് മുമ്പ്. അപ്പൊ പ്രവാചകന്മാരുടെ വിശുദ്ധ ജീവിതത്തിന്റെ ആധികാരികതക്ക് നീണ്ട 40 കൊല്ലം പ്രവാചക ലബ്ധിക്ക് മുമ്പ് തന്നെ അള്ളാഹു കൊടുക്കുന്നു. എന്നിട്ട് പ്രവാചകനായാലോ ആ പ്രവാചകൻ പറയുന്ന എല്ലാ സംഗതികളും കണ്ണടച്ച് അംഗീകരിക്കണം എന്ന കർക്കശമായ നിലപാടും സമൂഹത്തിന് അള്ളാഹു നൽകുന്നു. ഖുർആൻ ലമകാകുമുർ റസൂലു ഫഖുദൂഹു, പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് എന്തും അത് നിങ്ങൾ കണ്ണടച്ച് സ്വീകരിച്ചേക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, അള്ളാന്റെ റസൂൽ വിരോധിച്ച എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ വർജിക്കുകയും വേണം. ഈ ആയത്ത് വിശദീകരിച്ചപ്പോ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ് എന്നതിന്റെ തെളിവാണ് ഈ ആയത്ത്. കാരണം കൊണ്ടുവന്നതൊക്കെ സ്വീകരിച്ചോളാനാ അള്ള പറയണത്. ആ കൊണ്ടുവന്ന സംഗതികളുടെ കൂട്ടത്തിൽ വല്ലതും അബദ്ധം പറ്റിപ്പോയാലോ, വല്ലതും അരുതായ്മ വന്നുപോയാലോ അതും സ്വീകരിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ ഖാലിഖായ റബ്ബിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം അരുതായ്മകളൊന്നും ഒരു പ്രവാചകനിൽ നിന്ന് വരില്ല എന്നാണ്. പാപരഹിതമായ ജീവിതം പ്രവാചകന്മാർ നയിച്ചു. എല്ലാ നബിമാരും അങ്ങനെയാ. എങ്കിൽ ആ കൂട്ടത്തിൽ അഫ്ളലുൽ റുസുലായ, പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായ, പ്രവാചകന്മാരുടെ ലീഡർഷിപ്പ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള റസൂലുള്ളാന്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. അപ്പൊ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുള്ള ജീവിതം നയിക്കുക എന്നാണ്. അള്ളാഹ് ഹറാമാക്കിയതൊക്കെ കൈയൊഴിക്കുക എന്നാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ നമ്മളോട്, അലാ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ, ഏതൊരു രാജാവിനും ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ടാകും, അങ്ങോട്ട് ആർക്കും പ്രവേശനമല്ല. ഈ പട്ടാളക്കാരൊക്കെ ക്യാമ്പടിച്ചിട്ടുള്ള ചില സ്ഥലങ്ങളിൽ, നമ്മളെ എറണാകുളം ജില്ലയിലെ ആലുവയുടെ NAD പോലത്തെ ഭാഗങ്ങളിലേക്കൊക്കെ പോയി നോക്കിയാൽ, അതേപോലെ തന്നെ ചില തന്ത്രപ്രധാനമായിട്ടുള്ള ഓഫീസുകളുടെ കേന്ദ്രങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, നിരോധിത മേഖലയാണ്, ഇങ്ങോട്ട് ആർക്കും പ്രവേശനമല്ല. അതൊരു ഭരണകൂടത്തിന്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നതിന്റെ, അവരുടെ ഭരണം സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ശൈലിയാണെങ്കിൽ ഈ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ മേലെ ഏറ്റവും യഥാർത്ഥത്തിലുള്ള ഭരണാധികാരിയായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന് പ്രൊട്ടക്റ്റഡ് ഏരിയയുണ്ട്. റസൂലുള്ള പറയുന്നു, അലാ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ, ഓരോ രാജാവിനും ഒരു പ്രത്യേകമായിട്ടുള്ള സംരക്ഷിത മേഖലയുണ്ടാകും. ആ മേഖലയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ പാടില്ലെന്ന നിയമമുണ്ടാകും. അങ്ങോട്ട് അതിക്രമിച്ച് കടക്കുന്നത് രാജ്യദ്രോഹ കുറ്റമായി പരിഗണിക്കപ്പെടും. എന്നാൽ
അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. പടച്ച റബ്ബിന്റെ ആ സുരക്ഷിത മേഖല എന്ന് പറയുന്നത്, അല്ലാഹു തആലാന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് അതേതാണ്? മഹാരിമുഹു, പടച്ച റബ്ബ് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അള്ള വിലക്കിയിട്ടുള്ള സംഗതികൾ ആരെങ്കിലും ചെയ്യുമ്പോ വാസ്തവത്തിൽ യജമാനനായ റബ്ബിന്റെ നിരോധിത മേഖലയിലേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ടുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അരുതായ്മകൾ ജീവിതത്തിൽ പുലർത്തിപ്പോകുന്നതിനെ വളരെ ഗൗരവത്തിലാണ് നമ്മുടെ മുന്നിൽ തങ്ങൾ വാൺ ചെയ്തിട്ടുള്ളത്, റസൂലുള്ള നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. നോക്കണം നിങ്ങൾ. അപ്പൊ അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ള സംഗതികൾ ഒഴിവാക്കുക, റബ്ബ് കൽപ്പിച്ച കൽപ്പനകളൊക്കെ അങ്ങനെ തന്നെ പാലിക്കുക. എങ്കിൽ റബ്ബ് സമൂഹത്തിന് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവർ ജീവിതത്തിൽ പകർത്തേണ്ട സ്വഭാവങ്ങളും അള്ളാന്റെ റസൂല് പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാന്റെ സ്വഭാവങ്ങളെ അനലൈസ് ചെയ്താൽ, നബി തങ്ങളുടെ ജീവിത രീതി നമ്മൾ പരിശോധിച്ചാൽ, ആ ജീവിത രീതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ സംഗതികളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റിയതായിരിക്കും, ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അള്ളാഹു അതാണ് പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം അള്ളാന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. അപ്പൊ റസൂലുള്ള ഏത് മേഖലയിൽ പ്രവർത്തിച്ചോ ആ മേഖലകളിലൊക്കെയും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് നല്ല മാതൃക സമ്മാനിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, ജീവിതത്തിന്റെ സകല മേഖലകളും അതാ സൽസ്വഭാവത്തിന്റെ മഹത്വം എത്ര ഗൗരവത്തിലാ റസൂലുള്ള പറയുന്നത്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും പൂർണ്ണത കൈവരിച്ച വിശ്വാസക്കാർ, അഹ്സനുഹും ഖുലുഖാ, അവരിൽ നിന്ന് ഏറ്റവും നല്ല സ്വഭാവം സ്വീകരിച്ചിട്ടുള്ളവരാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറിയവർ നിങ്ങളുടെ കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ വിശ്വാസത്തിന്റെ പൂർണ്ണത കൈവരിച്ചവനാണ്. എങ്കിൽ റസൂലുള്ളാന്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ നല്ല സ്വഭാവങ്ങളാണ്. ആ സ്വഭാവങ്ങൾ ജീവിതത്തിലുള്ളവർക്ക് വലിയ മഹത്വമാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹദീസുകളിൽ ധാരാളമായി പറഞ്ഞത് കാണാൻ പറ്റും. ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം കൊണ്ട്, പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന സ്വഭാവം കൊണ്ട്, അവന് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവരുടെയും പകൽ മുഴുവനും നോമ്പെടുക്കുന്നവരുടെയും അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നവരുടെയും ഒക്കെ സ്ഥാനത്തേക്ക് സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് തന്നെ മനുഷ്യനെത്താൻ പറ്റും. ആ സ്വഭാവ മഹിമയിൽ ഹബീബ് റസൂലുള്ള നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സന്ദേശം പ്രശ്നങ്ങളൊന്നും സങ്കീർണാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അള്ളാഹിന്റെ റസൂല് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം പ്രശ്നങ്ങൾ സങ്കീർണാക്കരുത്. നമ്മളായിട്ടൊരു പ്രശ്നവും സങ്കീർണാക്കരുത്. എങ്ങനെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്ത് തന്നെ പോണം. ദൈവത്തിന് വേണ്ടി പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറയും, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പം ചെയ്യണം, ഇടങ്ങേറുണ്ടാക്കരുത്, ഞെരുക്കുണ്ടാക്കരുത്, വിഷയങ്ങൾ ടഫാക്കരുത്. എന്നിട്ട് അള്ളാന്റെ റസൂലിനെ പറ്റി പറയുന്നു, മാ ഖുയ്യറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാന്റെ റസൂല് ഏതെങ്കിലും ഒരു വിഷയത്തിൽ 2 ചോയ്സ് നൽകപ്പെട്ടാൽ ഇല്ല അഖദ ഐസറഹുമാ, ആ 2 എണ്ണത്തിൽ നിന്ന് ഏറ്റവും ഈസി ആയത്, ഏറ്റവും എളുപ്പമുള്ളത് അള്ളാന്റെ റസൂൽ എടുക്കും. മാലം യകുൻ ഇസ്മൻ, അത് കുറ്റകരം അല്ലെങ്കിൽ, കുറ്റാണെങ്കിലോ, കുറ്റാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വിട്ടു നിൽക്കുന്ന ആൾ റസൂലുള്ളാഹിക്കും. നിങ്ങൾ കുറ്റത്തുനിന്ന് വിട്ടുനിൽക്കലാ സൽസ്വഭാവം, മനസ്സിലായി? കുറ്റത്തുനിന്ന് വിട്ടു നിൽക്കലാ സൽസ്വഭാവം. ആ സൽസ്വഭാവം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന റസൂലുള്ളാഹിക്കും. 2 ചോയ്സ് നമുക്ക് തന്നാൽ അതിന് എളുപ്പമുള്ള എടുക്കണം. അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, കേട്ട് നിർത്തരുത്. കാരണം അങ്ങനെയാണെങ്കിൽ സുബൈക്ക് എഴുന്നേക്കാണ്ടക്കലും എളുപ്പം ഏതാ? എഴുന്നേക്കാണ്ടക്കലാണ്. അതുകൊണ്ട് നാളെ മുതൽ ഇന്നത്തെ വയലുകൊണ്ട് എനിക്കൊരു കുണം കിട്ടി, ഞാൻ സുബൈക്ക് നീച്ചൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? എളുപ്പമുള്ളത് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണത്? മാലം കുന്നിസ്മൻ, അത് കുറ്റല്ലെങ്കിൽ. കുറ്റാണെങ്കിലോ അതിന്റെ 4 അയലത്ത് പോലും റസൂലുള്ളാഹിനെ കാണൂല, നമ്മളെയും കാണാൻ പാടില്ല. അതാണ് ഹബീബ് റസൂൽ നമുക്ക് പഠിപ്പിച്ചത്. ടഫാക്കരുത്, ആവശ്യമില്ലാതെ കണിശാക്കരുത് ഒരു കാര്യവും. അതേ സമയത്ത് കണിശമായി തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതോ, അവിടെ കണിശത പാലിച്ചില്ലെങ്കിൽ അബദ്ധം വരും, തെറ്റുവരുമെങ്കിലോ ആ വിഷയത്തിൽ ആ സ്വഭാവം തന്നെ സ്വീകരിക്കുകയും വേണം.
അല്ലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ചില സമയത്ത് സ്വീകരിച്ച സമീപനം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര്, ആ ഭാര്യമാരുമായും അന്യപുരുഷന്മാര് കാണുന്നതിന്, അതായത് ലോകത്തൊരു പെണ്ണുമായിട്ട് അന്യപുരുഷന്മാര് കാണുന്നതിനൊന്നും വിലക്കില്ലാത്തൊരു കാലം ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലത്ത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആര്? സ്ത്രീകളും പുരുഷന്മാരൊക്കെ. എന്തൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സമീപനം. സ്ത്രീകളും പുരുഷന്മാരും റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ. ആയിഷ ബീവി എന്ന് പറയുന്നത് കാണാം ഹദീസിൽ. ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റിൽ നിന്ന് മറ്റുള്ളവരുടെ കൈകൾ എന്റെയൊക്കെ കയ്യുമ തട്ടാറുണ്ട്. ആ ഹദീസ് എടുത്തിട്ട് ഇന്ന് പാണിനെയും പെണ്ണിനെയും ഒന്നിച്ചിരുത്തി ചോറ് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ ചില ഹദീസ് കണ്ടിട്ട് അതിന്റെ പാശ്ചാത്തലവും സാഹചര്യവും ഒന്നും മനസ്സിലാക്കാതെ ചിലരാണ്ട് എഴുതലുണ്ട് വിധി. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഹദീസിലൊരു വാചകം കണ്ടാൽ ആ കണ്ട വാചകത്തിന്റെ പാശ്ചാത്തലവും സന്ദർഭവും മനസ്സിലാക്കാതെ ഒരിക്കലും തന്നെ അതുകൊണ്ട് വിധി എഴുതാൻ നിന്നൂടാ. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾക്ക് അബദ്ധം പറ്റുന്നുണ്ട് ഇപ്പോഴും. എന്താ? ഹബീബ് റസൂലുള്ള പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലാ തർഫഅന റൂസകുന്ന ഹത്താ യസ്തവിയ റിജാലു ജുലൂസാ. പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന സഹോദരിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു, എന്താണ്? നിങ്ങൾ പുരുഷന്മാര് സുജൂദിൽ നിന്ന് ഉയർന്ന് ശരിക്കും ഇരിക്കുന്നത് വരെ നിങ്ങൾ സുജൂദിൽ നിന്ന് ഉയരാൻ പാടില്ല. ആദ്യം മുന്നിൽ നിൽക്കുന്ന പുരുഷന്മാരൊക്കെ സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് മുഖം ഉയർത്താവൂ എന്ന് റസൂലുള്ള സഹാബി വനിതകളോട് പറഞ്ഞു. അപ്പൊ പച്ചയായിട്ട് മനസ്സിലായില്ലേ? ചില ആളുകൾ കണ്ടെത്തുകയാണ്. എന്ത് പച്ചയായിട്ട് മനസ്സിലായില്ലേ? റസൂലുള്ളാന്റെ കൂടെ പെണ്ണുങ്ങള് അന്യപുരുഷന്മാരോടൊപ്പം തന്നെ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു എന്ന്. പിന്നെ എന്താ അന്ന് നമുക്ക് ചില ആളുകൾക്ക് അതിലൊരു തലവേദന? ചില ആളുകൾ ചോദിക്കുകയാണ്, വാസ്തവത്തിൽ ആ ഹദീസിന്റെ തന്നെ തുടക്കം പരിശോധിച്ചാൽ മതി, പ്രശ്നം തീരും. എന്താ അതിന്റെ തുടക്കം? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ഗനീമത്ത് ലഭിച്ചുകൊണ്ടും മറ്റും ഇസ്ലാമിന്റെ ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമ്പത്തിക മേഖലയൊന്നും ത്വരിതപ്പെടുന്നതിന് മുമ്പ് സ്ത്രീയും പുരുഷന്മാരും ഒന്നിച്ച് നടക്കുന്നതിന് വിലക്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ആ സമയത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റും, അന്ന് സഹാബികളായ റസൂലുള്ളാന്റെ ആ പുരുഷന്മാരായ സഹാബികൾ അവര് ആകെ പലർക്കും ആദിവാസികൾ തുണിയുടുത്ത പോലെ ഒരൊറ്റ പുതപ്പ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിന്റെ രണ്ട് തലയും കഴുത്തിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് ബാക്കി ഇങ്ങനെ ഒന്നായിട്ട് നിലത്തേക്ക് താഴ്ത്തിയിട്ടിട്ടുണ്ടാകും. സ്വാഭാവികമായും ചിലപ്പോൾ താഴത്തേക്ക് വല്ലാതെ നീളല്ലെങ്കിൽ അവര് സുജൂദ് കിടക്കുന്ന സമയത്ത് പുറകുന്ന് നോക്കിയാൽ കാണാവുന്ന സീനറി അത്ര നന്നായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സ്ത്രീകളെ, ഈ പുരുഷന്മാർ ഈ ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാത്ത പുരുഷന്മാര് സുജൂദിന്ന് ശരിക്കും തല ഉയർത്തിയതിന് ശേഷം നിങ്ങൾ തല ഉയർത്താവൂ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിലെ ഹദീസ് ഉണ്ട്. ഈ പെണ്ണ് പള്ളി പോകരുത് എന്ന് പറയുന്നത് നമ്മളൊക്കെ അത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്തേ നമ്മളങ്ങനെ പറയാൻ കാരണം? അത് വിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ സംഭവങ്ങളാണ്. അതേ സമയത്ത് ആ റസൂലുള്ള തന്നെ പിന്നീട് എന്ത് ചെയ്യുന്നു? മുസ്ലിം ഉമ്മത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ഖൈർ പഠിപ്പിക്കാൻ വേണ്ടി അവരേത് രൂപമാണ് സ്വീകരിക്കാൻ വേണ്ടി എന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ ഹബീബ് റസൂലുള്ള ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇതാ ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന, സ്ത്രീകളുടെ നിസ്കാരം ഏറ്റവും ഉത്തമമായ പള്ളി എന്ന് പറയുന്നത് അവരുടെ ഗ്രഹാന്തർഭാഗമാണ്, വീടിന്റെ ഉള്ളാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള സംഭവമാണ്. അതേസമയത്ത് പെണ്ണിനും ആണിനും പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും കണിശമായ നിർദ്ദേശങ്ങളും വെച്ചുകൊടുത്തതിന് ശേഷത്തേക്ക് ആ നിയമം ഇനി വെച്ചുകൂടാ. നോക്കൂ നിങ്ങൾ, ഇതാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ ഈ വിധത്തിൽ മനസ്സിലാക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ നേരത്തെ ആളുകൾക്ക് കാണാമായിരുന്നു, അതേപോലെ അവർ ഇങ്ങോട്ടും കാണാമായിരുന്നു. അതേസമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അന്നെ അത് ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഈ പണിയൊന്നും ശരിയാവൂല. തങ്ങളെ വീട്ടിലേക്ക് യദ്ഖുലു അലൈഹിന്നൽ ബിർറു വൽ ഫാജിർ, തമ്മാടികളും നല്ല മനുഷ്യന്മാരും ഒക്കെ തങ്ങളെ വീട്ടിൽ തങ്ങളെ ഭാര്യമാരിയ്ക്കുന്നിടത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. മനസ്സിൽ കുഴപ്പമില്ലാത്ത നല്ല മനുഷ്യന്മാര് ധാരാളം വരും. അവര് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ മോശമായ നിലക്കുള്ള കണ്ണുകൊണ്ട് നോക്കില്ല. അതേസമയത്ത് മനസ്സിൽ വക്രത വെച്ച് പുലർത്തുന്ന ഞരമ്പ് രോഗികളായ ചില വൃത്തികെട്ടവന്മാർ അവരും റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരും. അവർ നബി തങ്ങളുടെ ഭാര്യമാരെ കാണുന്നത് ഒരു പ്രത്യേകമായ വൈകാരികമായ കണ്ണുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഈ അവസ്ഥക്ക് മാറ്റം വരുത്തണം. വീട്ടിലേക്ക് സ്ത്രീ പുരുഷന്മാരിങ്ങനെ യഥേഷ്ടം കടന്നു വരുന്ന ശൈലി അതില്ലാതാക്കണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
വന്നു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാന്റെ റസൂലിന് പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. അള്ളാന്റെ റസൂലുമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പടച്ചവന്റെ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, റബ്ബിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ റസൂലുള്ളാഹിക്ക് ഒരു വാക്കും പറയാൻ നിവൃത്തിയില്ല. കാരണം തങ്ങൾ അതിനു മാത്രം ഉന്നതമായ സ്ഥാനത്താണ് ഇരിക്കുന്നത്. പക്ഷേ അല്ലാഹു തആല ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാക്കിനനുസരിച്ച് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഫൈദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് ഇനി നിങ്ങൾ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ മറണ പിന്നേ ചോദിക്കാവൂ. അതാ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, വാഫഖതു റബ്ബി ഫീ സലാസ്. എന്റെ റബ്ബിനോട് ഞാൻ യോജിച്ചു. ചില റിപ്പോർട്ടുകളിൽ, ചിലതിൽ വാഫഖനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് യോജിച്ചു. അതായത് നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലാഹ് ഖുർആനിൽ ആയത്തിറക്കി. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹിജാബിന്റെ സംഭവം. നോക്കുങ്ങള്, അപ്പൊ അതിന്റെ മുമ്പത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമല്ല. എന്താ ഞാൻ സൂചിപ്പിച്ചത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ അവരുടെ ജീവിതത്തിലൊക്കെ ചില വിഷയങ്ങൾ കണിശാക്കി എടുക്കേണ്ടതുണ്ടാവും. അത് മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചാൽ അപകടം വരും. അപ്പൊ അവിടെ മെല്ലെപ്പോക്ക് പറ്റില്ല. അതാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കർക്കശമായ സ്വഭാവം. അതുമാതിരിയുള്ള ഘട്ടങ്ങളിൽ ഒഴിച്ച് ബാക്കി സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഒരു വഴി സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. റസൂലുള്ളാഹിന്റെ സ്വഭാവം അങ്ങനെയാണ്. മാക്സിമം ഉദാരവൽക്കരണം ഇതാ റസൂലുള്ളാഹിന്റെ സമീപനം. അതുകൊണ്ട് തന്നെയുള്ള ഹജ്ജിന്റെ ഒക്കെ സമയത്ത് ഹദീസിൽ കാണാം നമുക്ക്, റസൂലുള്ളാഹിനോട് ചില സഹാബികൾ വന്നിട്ട് ഒരു നബിയെ, ഞാൻ തഹല്ലുലാകുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം എറിഞ്ഞു, എന്നിട്ട് പിന്നെ മുടിയെടുത്തു. ഹജ്ജിന്ന് വിരമിക്കണതിന്റെ ഭാഗമായിട്ടേ ആദ്യം കല്ലെറിഞ്ഞു, എന്നിട്ട് മുടിയെടുത്തു. റസൂലുള്ളാഹി പറയും വലാ ഹർജ, ആയിക്കോട്ടെ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. ചില സഹാബികൾ എന്നിട്ട് പറയും, അല്ല ഞാൻ അവിടെ എറിയിലോടത്ത് നല്ല തിരക്കേണ്ടപ്പോ നേരാണ് മക്കത്തേക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫർളായ തവാഫും സഅയും ചെയ്തിട്ട് പിന്നെ വന്നിട്ട് എറിഞ്ഞു മൂടിയെടുത്തു. അപ്പോഴും റസൂലുള്ളാഹി പറയും, ആയിക്കോട്ടെ കുഴപ്പമില്ല, അല്ലോ ആയിക്കോട്ടെ കുഴപ്പമില്ല. എന്ത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റൂ. മറ്റേ രൂപത്തിൽ ചെയ്യാൻ വകുപ്പുണ്ടെങ്കിൽ ആ വകുപ്പിനെ ചോദ്യം ചെയ്യരുത്. റസൂലുള്ളാഹിന്റെ സ്വഭാവ മഹിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിനെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംരി ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. സൂറത്ത് ആലി ഇംറാന്റെ 159-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു നബി തങ്ങളോട്, നബിയെ, പടച്ച റബ്ബ് തങ്ങൾക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം കാരണത്താൽ ലിൻതലഹും, ജനങ്ങളോടൊക്കെ തങ്ങൾ വളരെ സോഫ്റ്റായ നിലപാട് സ്വീകരിച്ചു, വളരെ മയത്തിൽ പെരുമാറി. കാർക്കശ്യത്തിന്റെ ശൈലി, ഒരിക്കലും തന്നെ ടഫായ സ്വഭാവം അള്ളാന്റെ റസൂല് സ്വീകരിച്ചില്ല. എല്ലാവരോടും വളരെ മൃദുലമായിട്ടുള്ള സമീപനം നബി തങ്ങൾ സ്വീകരിച്ചു. നമ്മളൊക്കെ ഇപ്പോൾ ഒരാളോട് ബന്ധപ്പെടുന്ന സമയത്ത് 2 ദിവസം ഒരാളൊപ്പം നടന്നാൽ 3-ാമത്തെ ദിവസം അയാൾ നമുക്ക് എങ്ങനെയെങ്കിലും എതിരാകും. കാരണം എന്താ, ആദ്യം കണ്ടപ്പോ ഒന്നും വലിയ കുഴപ്പമില്ല, പെണ്ണൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഈ ചിലപ്പോൾ കുറച്ച് ചിരിയും വർത്താനൊക്കെ ആകുമ്പോൾ തരക്കുള്ള നല്ല മൂലയിലേക്ക് അയാൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ആ സമയത്ത് എൻ്റെ ഒപ്പം 2 ദിവസം നടന്നു നോക്കണ്ടേ. 2 ദിവസം എൻ്റെ ഒപ്പം നടന്നാൽ പല വിഷയത്തിലും എന്റെ സ്വഭാവം വളരെ മോശമായിരിക്കും, വളരെ കർശനായിരിക്കും. എനിക്ക് അങ്ങോട്ട് തിരിയാനും പറ്റൂല, അങ്ങോട്ട് തിരിയാനും പറ്റൂല, അങ്ങനെ ആയിരിക്കും. അപ്പൊ മനസ്സിലാവും ഇയാളൊപ്പം നടക്കാൻ പറ്റൂല. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാള് ഇങ്ങനെ വലിയ വേറൊരാളെ പറ്റി നല്ല മദഹ് ഇങ്ങനെ പറയാം, നല്ല മനുഷ്യനാണ് അയാൾ, നല്ല മനുഷ്യനാണെന്ന് ഇങ്ങനെ പറയാം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾ അയാളെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ല. നിങ്ങൾ അയാളോട് ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അതുമില്ല. നിങ്ങൾ അയാളായിട്ട് വല്ല സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചു. അതുമില്ല. എന്നാ ഇത് 3ഉം നടത്താതെ കണ്ട കാഴ്ച വെച്ചിട്ട് ഒരാളെ പറ്റി വല്ലാതെ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, പുകഴ്ത്താൻ നിൽക്കണ്ട. അത് 3ഉം ചെയ്യുമ്പോഴാണ് ഒരാളെ തനിനിറം മനസ്സിലാകുക. ഇപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ നിൽക്കുന്ന സമയത്ത് സാധാരണ പറയും, ബാച്ചിലേഴ്സ് റൂമിൽ ഒന്നിച്ച് കുറെ ആളുകൾ താമസിക്കുമ്പോൾ ഒരു മാസം, ചില ആളുകൾ ഓരോ മാസവും റൂം മാറിയിരിക്കും. എന്താ കാരണം, ബാക്കിയുള്ളവർ വെച്ച് പൊറുപ്പിക്കില്ല അയാളവിടെ, ബാക്കിയുള്ള ആളുകൾ വെച്ച് പൊറുപ്പിക്കില്ല. അതിന് മാത്രം നല്ല ഉത്തമപ്പെട്ട സ്വഭാവമായിരിക്കും. നാട്ടുകാർക്ക് പൊറുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നിച്ച് താമസിച്ചാൽ മനസ്സിലാക്കാം ഒരാളുടെ സ്വഭാവം. അതേപോലെ ഒന്നിച്ച് യാത്ര ചെയ്താലും മനസ്സിലാക്കാം. ഈ ഹജ്ജിന് ഉംറക്കൊക്കെ പോണ സമയത്ത് ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ തന്നെ പോകുമ്പോൾ ചിലപ്പോ കുറച്ച് വയസ്സായിട്ടുള്ള ആളുകൾ അധികം നാട്ടിൽ നിന്ന് നേരത്തെയൊക്കെ ഹജ്ജിന് പോകല്. അപ്പൊ അങ്ങനെ വയസ്സായിട്ടുള്ള ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടാവും 10.5 മണിക്കൂർ
ചെറിയരിയുടെ കഞ്ഞിട്ടുള്ളൊരു ചെറിയരിയുള്ളൊരു കഞ്ഞി. 10:30 മണിയാകുമ്പോ അവിടെ ചെന്നിട്ട് മക്കത്തുനിന്ന് അമീറിനോട് ചോദിച്ചു, അമീറെ എവിടെ കഞ്ഞി, എവിടെ കഞ്ഞിന്ന് അമീറിനോട് ചോദിക്കുകയാണ്. അതാ ഇവിടെ നമ്മൾ അജ്ജിന് നിൽക്കണം, ഇവിടെ കഞ്ഞൊന്നും കിട്ടൂല പറഞ്ഞാലേ പിന്നെ അതൊന്നും പറ്റൂല. 2 ലക്ഷം പറഞ്ഞത് അങ്ങനെ മുരുക്കനാണ് എണ്ണി തന്നിട്ടാ പോ നിൽക്കണ്. മര്യാദക്ക് കഞ്ഞിന് കൊടുക്കുന്നത്, അല്ല ഇതിന്റെ സ്വഭാവമാണ് മാറും. അല്ലോക്കെ അപ്പൊ ഈ യാത്രയിൽ മനസ്സിലാകും ഓരോരുത്തരുടെ സ്വഭാവം. ഒന്നിച്ച് യാത്ര ചെയ്യുക, അതേപോലെ സാമ്പത്തിക ഇടപാട് നടത്തുക. ഇന്ന് ലോകത്തുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം സാമ്പത്തിക ഇടപാട് നടത്തിയാൽ വാങ്ങിക്കൊണ്ടോടെ വരാൻ നല്ല സ്വഭാവമായിരിക്കും. അതേ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഇയാൾ പാടുമാറും. എന്നിട്ട് ഞാൻ കൊടുത്ത കാശ് കടം കൊടുത്ത് തിരിച്ച് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരിക, ആർക്ക് വാങ്ങിയൊരു ദേഷ്യം വരിക. ഇപ്പൊ എന്തായി, കൊടുത്തോര് ഫ്രണ്ട്ഷിപ്പും പോയി, അതോടൊപ്പം തന്നെ ഈ കാശും പോയി അല്ലേ. ഈ അവസ്ഥ സാമ്പത്തിക ഇടപാട് നടത്തിയാൽ അതിൽ ഒരാൾ നീറ്റാണോ, സാമ്പത്തിക ഇടപാടിന്റെ വിഷയത്തിൽ ഒരാൾ കറക്റ്റാണോ, അത് നല്ല സ്വഭാവമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരാൾ, അതിന്റെ അർത്ഥം ഇത് 3 ചെയ്യാത്ത ആളുകളെ മോശക്കാരാക്കണം എന്നല്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. അതേ സമയത്ത് അയാൾ നല്ല ആളാന്ന് വിധി എഴുതിയിട്ട് വല്ലാതെ എന്ത് ചെയ്യണ്ട, കാട് കയറി പറയണ്ട എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് റസൂലുള്ളാഹിന്റെ സ്വഭാവം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹു തആല തങ്ങൾക്ക് നൽകിയ അനുഗ്രഹം കാരണത്താൽ ലിൻതലഹും, തങ്ങൾ ജനങ്ങളോട് ഏറ്റവും സോഫ്റ്റായ സമീപനം സ്വീകരിച്ചു, ഏറ്റവും മൃദുവായ രൂപത്തിൽ അവരോട് പെരുമാറി. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി, തങ്ങളെങ്ങാനും കഠിനഹൃദയനും കാർക്കശ്യ സ്വഭാവക്കാരനുമായിരുന്നുവെങ്കിൽ ഒരു വിഷയത്തിലും കോംപ്രമൈസിന് തയ്യാറല്ല, ഒരു വിഷയത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, ഇങ്ങനെ ഒരു സമീപനമായിരുന്നു തങ്ങൾക്കുള്ളതെങ്കിൽ ഒരിക്കലും തന്നെ ലം ഫല്ലൂ മിൻ ഹൗലിക, നബിയെ തങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ മുഴുവനും തങ്ങളെ വിട്ടങ്ങ് പോകുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ പറയാണ്. അതേ സമയത്ത് അള്ളാഹിന്റെ റസൂലായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ എന്താ ചെയ്തത്, ചക്കയിൽ ഈച്ച ഒട്ടിയതുപോലെ റസൂലുള്ളാഹിന്റെ ഒപ്പം കുറച്ചേരം നടന്നാൽ ചിലപ്പോൾ നബി തങ്ങളെ ആക്ഷേപിക്കാനും തങ്ങളെ അപായപ്പെടുത്താനും വന്നതായിരിക്കും. പക്ഷേ റസൂലുള്ളാഹിന്റെ കൂടെ അല്പസമയം നടന്നാൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറി, അയാളുടെ കാഴ്ചപ്പാട് മാറി, റസൂലുള്ളാഹിനെ പറ്റിയുള്ള എല്ലാ ചിന്താഗതികളും മാറി. അത്ര സോഫ്റ്റായ മാതൃകാപരമായ സമീപനം അള്ളാഹിന്റെ റസൂൽ സ്വീകരിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന യമാമ എന്ന പ്രദേശത്തിന്റെ തലവനായിരുന്ന മനുഷ്യൻ ഹബീബ് റസൂലുള്ളാഹിന്റെ ഒരുപാട് സഹാബികളെ അപായപ്പെടുത്താനും അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസപരമായിട്ടുള്ള അസ്തിത്വം തകർക്കാനും എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് നടന്നയാളാണ്. പക്ഷേ അങ്ങനെ ഹബീബ് റസൂലുള്ളാഹിന്റെ മുന്നിൽ അഥവാ സഹാബികളുടെ മുന്നിൽ ഒരിക്കൽ ഇയാൾ വന്ന് പെട്ടു. പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹാബത്ത് സുമാമത്ത് ബിൻ ഉസാലിനെ പിടികൂടി. അവിടെ പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ പിടികൂടി. അങ്ങനെ പിടികൂടിയിട്ട് വരിഞ്ഞു കെട്ടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആരാണിതെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ആരാണ്, യമാമ എന്ന പ്രദേശത്തിന്റെ തലവനാണ്, അവിടുത്തെ ലീഡർഷിപ്പ് ഉള്ളയാളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറഞ്ഞു, ആരെയാണ് നിങ്ങൾ പിടിച്ചു കെട്ടി കൊണ്ടുവന്നതെന്ന് അറിയാമോ? യമാമ എന്ന പ്രദേശത്തിന്റെ തലവനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ നേതാവിന് കൊടുക്കേണ്ട പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം. സംഗതി തടവ് പുള്ളിയായിട്ട് പിടിച്ച തന്നെയാണ്, എന്നാലും അദ്ദേഹത്തിന് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ മദീനയുടെ പള്ളിയുടെ ഓരത്ത് ഒരു തൂണിൽ അദ്ദേഹത്തെ ബന്ധിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് നൽകാവുന്ന ഭൗതികമായ സൗകര്യങ്ങൾ മുഴുവനും നൽകാൻ റസൂലുള്ള നിർദ്ദേശിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1-ാമത്തെ ദിവസം നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് എന്തൊക്കെയുണ്ട് സുമാമ വർത്തമാനം എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ പരുക്കൻ ശൈലിയിൽ പറഞ്ഞു, എന്ത് വർത്താനം, മനുഷ്യനെ പിടിച്ചു കെട്ടിയിട്ട് തൂണുമ കെട്ടിയിട്ടിട്ട് വർത്താനം ചോദിക്കാൻ വന്നിരിക്കണു, എന്ത് വർത്താനം അങ്ങനെ കെട്ടിയിട്ടിട്ട് എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ നിലക്ക് കയർത്താൽ നമ്മളെന്താണെങ്കിൽ എന്ത് ചെയ്യും, അത് ശരി ഇപ്പൊ നമ്മളെടുത്ത് വന്നിട്ടും ചൂടാകുക എന്ന് വെച്ചിട്ട് 2 പൊട്ടിക്കില്ലേ, അപ്പൊ തന്നെ മോന്ത കുറ്റി നോക്കിയിട്ട് പൊട്ടിക്കും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്ന് ചോദിക്കും, ഇയാൾ കയർത്ത് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ സുമാമ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, നബി തങ്ങളോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നതും വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പരിശോധനയാണ്. ഇങ്ങനെ കയർത്ത് സംസാരിക്കുമ്പോൾ അതും എവിടെ, റസൂലുള്ളാഹിന്റെ ആസ്ഥാനത്ത് വന്നിട്ട് നബിതങ്ങളുടെ നേരെ കുരക്കുമ്പോ, റസൂലുള്ളാഹിന്റെ നേരെ കയർക്കുമ്പോ റസൂലുള്ളാഹിന്റെ റിയാക്ഷൻ എന്താണ്, നബിതങ്ങളുടെ പ്രതികരണം എന്താണ്,
ഇത് നോക്കുകയാണ് സുമാമ. അതിനാണ് ഈ കയർത്ത് സംസാരിക്കുന്നത്. നമ്മളാണെങ്കിൽ നമ്മളടുത്ത് വന്നിട്ട് അങ്ങനെ കയർത്ത് സംസാരിച്ചാൽ കൊടുക്കും ചപ്പക്കുറ്റിക്ക്. അതേ സമയത്ത് റസൂലുള്ള മോശമായിട്ടൊന്നും പെരുമാറിയില്ല, ആണ്ട് പോകും. ചൂട് കുറഞ്ഞിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് റസൂലുള്ളാഹ് പോകും. രണ്ടാം ദിവസം വന്നു, അന്നും ചോദിച്ചു എന്താ വർത്താനം, എന്ത് വർത്താനം, ഇതേ മറുപടി കൊടുത്തു. മൂന്നാമത്തെ ദിവസം വന്നു, റസൂലുള്ളാഹ് എന്താ വർത്താനം എന്ന് ചോദിച്ചു. ഒരു വർത്താനമല്ല, മനുഷ്യനോട് പിടിച്ച് കെട്ടിയിട്ട് വർത്താനം ചോദിക്കാൻ വന്നിക്കണ് എന്ന രൂപത്തിൽ തന്നെ മൂപ്പര് സംസാരിച്ചു. അള്ളാന്റെ റസൂല് സഹാബികളോട് പറഞ്ഞു, ഓ സഹാബികളെ, അത്ലിഖൂഹു, ആ സുമാമയെ അങ്ങ് അഴിച്ചുവിട്ടേക്ക്, ഇനി അദ്ദേഹത്തെ പിടിച്ചു കെട്ടണ്ട, അഴിച്ചുവിട്ടേക്ക് എന്ന് പറഞ്ഞു. ആരാണ് സുമാമ എന്നറിയില്ലേ നിങ്ങൾക്ക്? അള്ളാന്റെ റസൂലിന്റെ സഹാബികളിൽ നിന്ന് ഒരുപാട് ആളുകളെ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ ഭരണത്തിന്റെ അധികാരത്തിന്റെ അപ്പോസ്തലനായി വർത്തിക്കുന്ന സമയത്ത് തന്റെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളയാളാണ് ആ സുമാമ. റസൂലുള്ള മൂന്നാമത്തെ ദിവസം അയാളെ ശരിക്കും കൈപ്പിടിയിലൊതുക്കാനുള്ള സന്ദർഭം കിട്ടിയിട്ടും അയാളെ അഴിച്ചുവിട്ടേക്കാൻ റസൂലുള്ള നിർദ്ദേശിച്ചപ്പോ അങ്ങനെ അഴിച്ചുവിട്ടു. അദ്ദേഹം അങ്ങ് പോയി. അവിടുന്ന് തൊട്ടടുത്ത് കാണുന്ന വെള്ളമുള്ള പ്രദേശത്ത് പോയി നന്നായൊന്ന് കുളിച്ച് വൃത്തിയായി ഹബീബ് റസൂലുള്ളാന്റെ ഹളറത്തിലേക്ക് ഇങ്ങ് വന്നു. വന്നതിന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ അങ്ങ് പ്രഖ്യാപിച്ചു. സഹാബികൾക്കൊക്കെ വല്ലാത്ത അത്ഭുതം. 3 ദിവസം കെട്ടിയിട്ടിട്ടും ഈ മനുഷ്യൻ പോകുന്നത് വരെ നല്ലൊരു വാക്ക് റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടില്ല, ഒരു റെസ്പെക്റ്റിന്റെ സമീപനം നബി തങ്ങളോട് സ്വീകരിച്ചിട്ടില്ല. അതേ സമയത്ത് അദ്ദേഹത്തെ അഴിച്ചുവിട്ടപ്പോൾ വേഗം പോയി വിശ്വാസിയായി തിരിച്ചു വന്നിരിക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. എന്നിട്ട് സുമാമ പറയുന്നു ഏതാനും വാചകങ്ങൾ. അതിലൊന്ന്, ഹബീബായ നബിയെ, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടെ മുഖമായിരുന്നു ഇതുവരെ. അതേ സമയത്ത് ഇനി മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങയുടെ മുഖമാണ്. അതേപോലെ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത മതം അങ്ങയുടെ മതമായിരുന്നു ഇതുവരെ. ഇനി മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അങ്ങയുടെ മതമാണ്. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നാട് അങ്ങ് താമസിക്കുന്ന മദീനയായിരുന്നു ഇതുവരെ. ഇനി മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് അള്ളാന്റെ റസൂല് താമസിക്കുന്ന മദീനയാണ്. നിങ്ങൾ നോക്കണം, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയും വികാരവും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് താല്പര്യമുണ്ടാകേണ്ടത് അള്ളാന്റെ റസൂലിനോടാണ്, അവിടുത്തെ മുഖത്തോടാണ്. മർറആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സ്വാഫിൽ മുബറദ് ബിർദുനാ യൗമൻ നുശൂരി. അശ്റഖ ബൈത്ത് ചൊല്ലുന്ന സുന്നികൾ എപ്പോഴും റസൂലുള്ളാഹിന്റെ മുഖത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. മർറആ വജ്ഹക യസ്അദ്, ഓ നബിയെ, അവിടുത്തെ മുഖത്തെ ആദരവിന്റെ കണ്ണുകൊണ്ട് ആർക്കെങ്കിലും കാണാനായാൽ, അതാണ് ആദരവിന്റെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണണം. അബൂജഹൽ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ദേഷ്യത്തിന്റെ കണ്ണുകൊണ്ടാ കണ്ടത്. അബൂലഹബ് റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പരിഹാസത്തിന്റെ കണ്ണുകൊണ്ടാ കണ്ടത്. അതേ സമയത്ത് ആദരവിന്റെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കണ്ടാൽ യസ്അദ്, ആ മനുഷ്യൻ വിജയിയാവാൻ ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്ന് ശറഫലന മൗലിദ് ഓതുന്ന സമയത്ത് അശ്റഖ ബൈത്ത് ചൊല്ലുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മുഖം ഹബീബ് റസൂലുള്ളാഹിന്റെ മുഖമാണ്. കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, ഹബീബിന്റെ മുഖത്തിന്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് മഹാന്മാരായ സഹാബത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. ഇതാ സൂര്യൻ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മുഖത്ത് വട്ടമിട്ട് കറങ്ങുകയാണോ എന്ന് തോന്നിപ്പോകുമാർ അള്ളാഹിന്റെ റസൂലിന്റെ മുഖം അതിനു മാത്രം പ്രശോഭിതമാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ, അള്ളാഹിന്റെ റസൂലിന് വല്ല സന്തോഷവും വരുമ്പോ അത് മുഖത്ത് പ്രത്യേകമായി നേലിക്കും, അവിടുത്തെ മുഖം വല്ലാതെ അങ്ങ് പ്രകാശിതമാകാൻ തുടങ്ങും. ആ പ്രശോഭിതമായ മുഖത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ വർണ്ണന എങ്ങനെയാണ്? കഅന്നഹു ഖത്അതു ഖമർ, 14-ാം രാവിലെ പൂർണ്ണചന്ദ്രന്റെ ഒരു കഷ്ണം അള്ളാഹിന്റെ റസൂലിന്റെ മുഖത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതുപോലത്തെ ഒരു വിശുദ്ധമായ അവസ്ഥ ഹബീബ് റസൂലുള്ളാഹിന്റെ മുഖത്ത് കാണാൻ സാധിക്കും. ആ നിലക്കുള്ള നബിതങ്ങളുടെ മുഖം ഈ ഭൂമിയിലെ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള മുഖമാവണം. നമ്മുടെ മനസ്സിൽ ആ ചിന്തയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹബീബ് റസൂലുള്ളാഹിന്റെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ഏറ്റവും നികത്താനാവാത്ത നഷ്ടമാണ്. അതേ സമയത്ത് സഹാബത്തിന്റെ ഏറ്റവും വലിയ വിജയം റസൂലുള്ളാഹിനെ വിശ്വാസിയായിട്ട് ഒരു സെക്കൻഡ് സമയമെങ്കിലും കാണാൻ കഴിഞ്ഞു എന്നതാണ്. നിങ്ങൾക്കറിയില്ലേ റസൂലുള്ള സഹാബത്തിന് കൊടുത്ത പവർ എത്രയാ? ലാ തസുബ്ബു അഹദൻ മിന്ന സഹാബി, എന്റെ സഹാബികളിൽ നിന്ന് ആരെയും നിങ്ങൾ ചീത്ത വിളിക്കരുത് കൂട്ടുകാരെ. റസൂലുള്ള വളരെ സ്നേഹത്തോടെ നമ്മളോട് നിർദ്ദേശിച്ചതാണ്. എന്തേ അതിന് കാരണം? തങ്ങൾ പറഞ്ഞു, കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉഹദ് പർവ്വതത്തെ
ഉഹദിന് സമാനമായ സ്വർണം ധർമ്മം ചെയ്താലും ആ എന്റെ സഹാബികളുടെ കൂട്ടത്തിലെ വളരെ സാധുവായ ഒരു സഹാബി ഒരു അരദിർഹം ധർമ്മം ചെയ്തതിന്റെ സ്ഥാനത്തേക്ക് അതിന്റെ ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഈ ഉഹദ് പർവ്വതത്തോളം വരുന്ന ഈ ക്വാണ്ടിറ്റിയുള്ള സ്വർണത്തിന്റെ വിതരണം കൊണ്ട് അതിന്റെ ധർമ്മം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. അത്ര വലിയ പവറാണ് ഹബീബ് റസൂലുള്ളാന്റെ സഹാബികൾക്ക്. എന്തേ ആ പവർ ഉണ്ടായത്? അള്ളാന്റെ റസൂലിന്റെ മുഖം യഥാർത്ഥത്തിൽ ഒരു മിനിറ്റ് സമയത്തേക്ക് ഒന്നിങ്ങനെ മിഴിച്ചു നോക്കാനുള്ള സൗഭാഗ്യം കൊണ്ട് പടച്ച റബ്ബ് ആ സഹാബികളെ അനുഗ്രഹിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ള അത്തരമൊരു മഹത്വം കിട്ടിയതിന്റെ പേരിൽ ആ സഹാബികളെ കുറിച്ച് മുഴുവനും നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബികളൊക്കെ നക്ഷത്രങ്ങൾക്ക് സമാനരാണ്. അവരിൽ നിന്ന് ആരെ നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾ സന്മാർഗത്തിലെത്തുമെന്ന് പ്രോമിസ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയില്ലേ ഹബീബായ റസൂലുള്ളാന്റെ സഹാബത്ത് ഈ ഉമ്മത്തിന് കാണിച്ചു തന്ന കാര്യങ്ങൾ? അത് നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. സഹാബികൾ ചെയ്ത സംഗതികളെപ്പോലും ശിർക്കിന്റെ പട്ടികയിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ അഹ്ലു സുന്നയുടെ വിരോധികൾ ഇന്ന് വിളയാട്ടം നടത്തുമ്പോ നാം ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ, എവിടേക്കാണ് ഈ കമ്പനിയുടെ പോക്കെന്ന്. അതെന്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഹബീബ് റസൂലുള്ളാന്റെ മുഖം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം ഇപ്പോൾ എന്ന് സുമാമത്ത് ബിനു സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. രണ്ടാമത് പറയുന്ന എന്താണ്? ഹബീബേ, ആ ഹബീബിന്റെ മതം ഇസ്ലാം, ആ ഇസ്ലാമാണ് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതേസമയത്ത് ഇതുവരെ ഞാൻ വെറുത്തിരുന്ന മതം ഇസ്ലാമാണ്. നാം കാണണം നമ്മളൊക്കെയും ഇസ്ലാം എന്ന മതത്തെ എത്രത്തോളം ആ ആഴത്തിൽ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന മതത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് ഇസ്ലാമിന്റെ പോളിസികൾ ഫോളോ ചെയ്യാൻ, അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. പൂർണ്ണമായിട്ട് നിങ്ങൾ ഇസ്ലാം കിടക്കണം. ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്താ വെച്ചാൽ ഭാഗികമായിട്ട് മുസ്ലിം ആകുക എന്നുള്ളതാണ്. നമ്മ കൂടി പറ്റണ വിഷയത്തിൽ മുസ്ലിം ആകുക, അല്ലാത്ത സംഗതികൾ അതൊന്നും ഈ കാലത്ത് ഈ ട്രെൻഡിന് ഒക്കൂല, അതുകൊണ്ട് നമ്മൾ തൽക്കാലം അതൊക്കെ കണ്ട് ഒഴിവാക്കുക എന്ന് പറയാൻ നമുക്കൊരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കണം മനുഷ്യന്മാർ അല്ലേ. കാലത്തിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ കോലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം ചിന്തിക്കണം, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീൻ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പടച്ചവന്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ, ഒരു പോളിസിയെ, ഒരു പ്രത്യയശാസ്ത്രത്തെ ഒരാൾ മതമായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻ, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തവൻ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന ശക്തമായ താക്കീത് ഖുർആനിലൂടെ റബ്ബ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് സുമാമത്ത് ബിനു സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം എന്താണ്? അള്ളാന്റെ ഹബീബേ, ഈ ഭൂമിയിൽ തങ്ങൾ താമസിക്കുന്നു എന്ന നിലക്ക് എനിക്ക് ഇതുവരെയും ഏറ്റവും വെറുപ്പുള്ള നാട് മദീനയായിരുന്നു. അതേസമയത്ത് ഇപ്പോൾ മുതൽ തങ്ങൾ താമസിക്കുന്നു എന്ന നിലക്ക് തന്നെ മദീനയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അന്ത്യവിശ്രമത്തിന് പടച്ചോൻ തെരഞ്ഞെടുത്ത മദീന, ആ മദീനയോട് നമുക്കൊക്കെ എത്രമാത്രം ബഹുമാനുണ്ട്. ആ മദീനയിലൊന്ന് എത്തണമെന്ന് നമ്മളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ആലോചിക്കാറുണ്ട്. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇന്നൽ ഈമാനല യഅ്രിസു ഇലൽ മദീന, വിശ്വാസം മദീനയിലേക്ക് മടങ്ങും. കമാ തഅ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് ഇര തേടാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ സുരക്ഷിതമായ സ്ഥാനം എന്ന നിലക്ക് ആ മാളത്തിലേക്ക് തന്നെ മടങ്ങാൻ ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസം മദീനയിലേക്ക് മടങ്ങുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഈമാനുള്ള മനുഷ്യന്മാർക്ക് മുഴുവനും മദീന എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സ്വപ്നഭൂമിയായി, വല്ലാത്തൊരു സന്തോഷത്തിന്റെ സ്ഥലമായി അവന്റെ മനസ്സ് മാറുമെന്നാണ്. മദീനയിലെത്തണമെന്ന ആഗ്രഹം, മദീനയിൽ ചെല്ലണം, റസൂലുള്ള കിടക്കുന്ന മണ്ണിലെത്തണമെന്ന പൂതി, അത് മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ തന്നെ എത്രയോ ആളുകൾ ഇന്ന് വാശി പിടിച്ച് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത്? ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽപ്പെട്ടതല്ല മദീനയിലേക്കുള്ള യാത്ര. ഞാനത് വെറുതെ പറയണതല്ല. അബൂദാബിയിലുള്ള വലിയ ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഡോക്ടർ, അയാൾ നേരത്തെ ഉംറക്ക് ധാരാളം പോയിട്ടുണ്ട്. പക്ഷെ ഉംറക്ക് പോകുമ്പോഴൊക്കെ അയാൾ വലിയ സ്ഥാനത്തുള്ള ആളായതുകൊണ്ട് അയാളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്തുനിന്ന് ഓരോരുത്തർ കൂടാറുണ്ട്. ആ കൂടുന്നതൊക്കെ വളഞ്ഞ കമ്പനിപ്പെട്ട ആൾക്കാരാ കൂടല്, മനസ്സിലായല്ലോ. അപ്പൊ അവർ ഇയാളെ ഒരിക്കൽ പോലും മദീനയിൽ പോകണമെന്ന് ഉപദേശിച്ചിട്ടില്ല. ഇയാൾക്ക് അങ്ങനെ പോകണമെന്ന് സ്വന്തമായിട്ടോട്ട് പൂതിയും വന്നിട്ടില്ല. ആലോചിച്ച് നോക്കണം. അങ്ങനെ അബൂദാബിയിൽ എലക്ട്ര എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടുള്ള ഒരു ഉസ്താദ്,
ആ ഉസ്താദുമായിട്ട് ഇയാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഹജ്ജിന് പോകുകയാണ് അടുത്ത ദിവസം. എനിക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട്, കൂടുതൽ ടൈമൊന്നുമില്ല, കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ പറഞ്ഞുതരാൻ പറ്റിയ ഒരു ഉസ്താദ് നിങ്ങളൊന്ന് സംഘടിപ്പിച്ചു തരുമോന്ന് ചോദിച്ചു ഇയാളോട്. അപ്പൊ അയാൾ വേഗം എന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അയാൾ എന്നെ വിളിച്ചു ഈ ഡോക്ടറെ മുന്നിൽ. സാർ എങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങളൊന്ന് ഇയാൾക്ക് ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്ത് കൊടുക്കണം. അജ്ജേ അരമണിക്കൂർ ക്ലാസ് എടുത്ത് കൊടുക്കണോ? അയാൾക്ക് അതിന് നേരമുള്ളൂ പറഞ്ഞു. ആ ശരി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അയാളോട് ഞാളുടെ അടുത്തേക്ക് വരാൻ പറയാറുണ്ട്. അപ്പോ അയാൾ ഭയങ്കര തിരക്കിലാണ്. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഉസ്താദിന് ടൈമുള്ള ടൈം പറയുകയാണെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ വണ്ടിയായിട്ട് വന്നോളാം, എന്നിട്ട് നിങ്ങളെടുത്തിട്ട് പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞു. ശരി എന്നാ അങ്ങനെ ആവട്ടെ അറിഞ്ഞ് ഒരു സമയത്ത് ഇയാളെ കൂടി. അങ്ങനെ കൂടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇയാളിനോട് അല്ലോ സതേ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചോട്ടെ ചോദിച്ചോളാം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു മദീനത്ത് പോകലിപ്പോ ഹജ്ജിന്റെ നിർബന്ധത്തിൽ പെട്ടേറ്റാണോ ചോദിച്ചു. മദീനത്ത് പോകൽ ഹജ്ജിന്റെ നിർബന്ധത്തിൽ പെട്ടേറ്റാണോ ചോദിച്ചു. അപ്പൊ ഞാൻ ഇയാളെ ചോദ്യത്തിന്റെ മൊന എങ്ങോട്ടൊക്കെയാണ് എത്തണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അതുകൊണ്ട് അയാളോട് പറഞ്ഞു സാങ്കേതികമായിട്ട് ചോദിച്ചാൽ അല്ല, അതേസമയത്ത് പിന്നെ താത്വികമായിട്ട് ചിന്തിച്ചാൽ ആണ്. സാങ്കേതികമായിട്ട് ചോദിച്ചാൽ അല്ലാതെ അതിന്റെ അടുത്ത് ഹജ്ജിന്റെ ശർത്തും ഫർളും പറയുന്നിടത്ത് മദീനത്തെ സിയാറത്ത് എന്ന് കാണൂല. അതേസമയത്ത് ഹബീബ് റസൂലുള്ളാനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്ത് ഹജ്ജാ മുസ്ലിം ഉമ്മത്തിന് ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ താത്വികമായി പരിശോധിക്കുമ്പോ നിർബന്ധാണ്. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് സമയം അള്ളാന്റെ ഹബീബിനെ കുറിച്ച്, ഹബീബിന്റെ അടുത്തേക്ക് പോകണോ എന്നുള്ള ചോദ്യം തന്നെ മോശാണ് എന്ന് അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ പോയിക്കോളാം, ഇനി പോകുമ്പോ ഒക്കെ ഞാൻ പോയിക്കോളാം. മുമ്പ് ഞാൻ പലപ്പോഴും ഉംറക്ക് പോയിട്ടുണ്ട്. ആ പോയ സമയത്തൊന്നും എന്നെ ഗൈഡ് ചെയ്ത ആളുകള് മദീനത്ത് പോകാനുള്ള ഒരു മോട്ടിവേഷനും എനിക്ക് തന്നിട്ടില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മൾ വെറുതെ അല്ല ചില കമ്പനിയെ കുറിച്ച് കുറച്ച് ഗൗരവമായിട്ട് വൈകാരികമായിട്ട് പറയണത്. ഇവിടെ ഒരു പക്ഷെ അങ്ങനത്തെ ആരും ഉണ്ടാവില്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് പറയല്ല. പക്ഷെ ലോകത്ത് പലയിടത്തും നമ്മളൊക്കെ ബന്ധപ്പെടും. ഓസി കിട്ടിയ ഓയിൽമെന്റും തിന്നുള്ള നിലക്ക് ആരെന്ത് കൊടുന്നാലും ഒക്കെ വാങ്ങല്ലേ നമ്മള്. സീഡികളൊക്കെ വെറുതെ തരികയാണ് ഓരോരുത്തർ. തരുമ്പൊക്കെ നമ്മൾ കേൾക്കുകയാണ്. കേട്ടിട്ട് നമ്മളെ മനസ്സിൽ വസ്വാസുകളും ഇഷ്കാലുകളും ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യവിശ്രമത്തിന് പടച്ചവൻ തെരഞ്ഞെടുത്ത മദീന, ആ മദീനയോട് തന്നെ മനസ്സിൽ നമുക്ക് ഇഷ്ടം വരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് പൂർണ്ണതയും ക്ലാരിറ്റിയും ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ നോക്കണം, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് വിശ്വാസം മദീനയിലേക്ക് മടങ്ങും പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ. എന്തേ സംഗതി? അള്ളാന്റെ ഹബീബിനെ അന്ത്യവിശ്രമത്തിന് റബ്ബ് തെരഞ്ഞെടുത്ത നാടാണ് മദീന. അതുകൊണ്ട് തന്നെ ആ മദീനക്ക് പ്രത്യേകതയുണ്ട്. മദീനയിലെത്തണമെന്ന് വിശ്വാസി ശ്രദ്ധിക്കണം, അവൻ ചിന്തിക്കണം, അവൻ ആഗ്രഹിക്കണം. പടച്ചവനെ ഭൂമിയിൽ മദീനയിലെത്താൻ കഴിയാതെ പോയേക്കുമോ എന്ന ബേജാറുകൊണ്ട് എത്ര ആളുകളാണ് പൊട്ടിക്കരഞ്ഞത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അബൂബക്കർ റഷീദുൽ വാഇദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വല്ലാത്ത ആശിഖാണ്. ഹബീബ് റസൂലുള്ളാനെ വല്ലാതെ സ്നേഹിച്ചയാളാണ്. ആ സ്നേഹിച്ച മഹാനവർകൾ പക്ഷേ മദീനത്തേക്ക് സിയാറത്തിന് പോകാൻ തനിക്ക് എങ്ങനെ നോക്കിയാലും സാധിക്കുന്നില്ല. ഭരണാധികാരികൾ തന്നെ തടയുകയാണ്. ആ തടയുന്നതിന് ആധ്യാത്മികമായിട്ടുള്ള കാരണങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത്രയും വലിയ ഇഷ്കിന്റെ ആ ബഹറിൽ മുങ്ങിയ മനുഷ്യൻ മദീനയിലെത്തിയാൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് ഹബീബ് റസൂലുള്ളാഹ്ക്ക് ഇപ്പോഴുള്ള ആ പ്രോട്ടോകോൾ ലംഘിക്കേണ്ട അവസ്ഥ വരുമോ എന്ന ബേജാറ് കൊണ്ട് ഹബീബ് റസൂലുള്ള തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിക്കണ്ട എന്ന് പലർക്കും സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകിയതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഏതായാലും ഇരിക്കട്ടെ, ആ മഹാനവറുകൾ അവസാനത്തെ എല്ലാ ശ്രമങ്ങളും നടത്തി തന്റെ സമ്പത്ത് മുഴുവനും ഓരോ തവണയും വിറ്റ് അതാ മദീനത്തേക്ക് പോകാൻ വേണ്ടി പോകും. വഴിയിൽ വെച്ച് അധികാരികൾ തടയും. എന്നിട്ട് പറയും നിങ്ങൾക്ക് മദീനയിലേക്ക് പ്രവേശനമില്ല, മദീനത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് പറയും. നിരാശനായി തിരിച്ചു വരും. അവസാനം തനിക്കിനി ജീവിതത്തിൽ മറ്റു പ്രതീക്ഷകളൊന്നുമില്ല. മദീനയിലേക്ക് കടക്കാനുള്ള പ്രോപ്പർ ചാനലിലൂടെയുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. അവസാനം ഒരു വിറക് വെട്ടി വിൽക്കുന്ന ഒരാളെ അദ്ദേഹം സഹായത്തിന് വിളിച്ചു. ആ വിറക് വെട്ടി വിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദ് അൽ വാഇദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സഹോദര
സഹോദരാ, നിന്റെ വിറക് കുറച്ച് നീളമുള്ള വിറകിന്റെ കൊള്ളികൾ നീ ഉണ്ടാക്കണം. അതിന്റെ ഇടയ്ക്ക് ഞാൻ കയറിക്കിടക്കും, അടിയിലും വിറക് മുകളിലും വിറക്. ഈ ഇടയ്ക്ക് എന്നെയും വെച്ചുകൊണ്ട് നീ ഒന്ന് ചെക്ക് പോസ്റ്റ് കടത്തി തരണം. എന്റെ സമ്പത്തുള്ള ഇനിയുള്ളത് മുഴുവനും നിനക്കതിനു വേണ്ടി പകരം തരാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഹബീബ് റസൂലുള്ളാഹിനോട് മനസ്സിന്റെ ഉള്ളിൽ മഹബത്തിന്റെ ആധിക്യമുള്ളത് കൊണ്ട് തന്നെ മുഹമ്മദ് എന്ന് കേട്ടാൽ സ്വലാത്ത് ഉറക്കെ ചൊല്ലിപ്പോകാത്തൊരവസ്ഥ അബൂബക്കർ തങ്ങളുടെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്ക് ഈ ഒരു വിറക് കെട്ടിങ്ങനെ പോകുമ്പോൾ ഒന്നൊന്നര വിറക് കെട്ടായിട്ട് തോന്നുകയാണ്. വിറക് കെട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ആദ്യം കടത്തിവിടുകയാണ്. കടത്തിവിടുമ്പോ തന്നെ എന്തോ സംതിങ് ഉണ്ട് എന്നൊരു തോന്നല് അധികാരികൾക്ക് തോന്നിയപ്പോ പോലീസുകാരൻ ഇതിന്റെ ഉള്ളിലെറ്റ അബൂബക്കർ റഷീദുൽ വാഹിദുൽ ബഗ്ദാദി ഒളിച്ചു കിടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി അവൾക്ക് വേറൊന്നും ചെയ്യണ്ടില്ല. അപ്പൊ വിറക് കൊണ്ടുപോകുന്ന ആള് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേര് എങ്ങനെ കേട്ടാലും എന്ത് ചെയ്യരുത്, ഉറക്ക സലാത്തില്ലരുത് കേട്ടോ, മനസ്സിൽ ചെല്ലിയാൽ മതി, ഇവിടുന്ന് കടന്നു കിട്ടോളം. പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോ കൂറായണ എന്ന് പറഞ്ഞ മാതിരി ഇവിടുന്ന് അങ്ങോട്ട് കടക്കോളങ്ങൾ ഉറക്ക സലാത്തില്ലരുത് കേട്ടോ, എന്നാലേ ഞങ്ങളെ കൊണ്ടുപോകുള്ളൂ എന്ന് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോലീസുകാരൻ എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ വിറകുകെട്ടിന്, സാധാരണത്തെ ഒരു ശൈലിയല്ല എന്ന് തോന്നിയപ്പോ അദ്ദേഹം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂലിനോട് മനസ്സിന്റെ ഉള്ളിൽ ഇഷ്കിന്റെ കടലുമായിട്ട് നടക്കുന്ന അബൂബക്കർ റഷീദ് അൽ വാഹിദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന് സഹിക്കണില്ല. റസൂലുള്ളാഹിന്റെ പേരിട്ടപ്പോ കടിച്ചു പിടിച്ച് പതിക്ക സലാത്തില്ലേ. രണ്ടാം വട്ടം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, ചെറുതായിട്ട് പുറത്തേക്ക് എത്തുമെന്നൊരു തോന്നലുണ്ടായി. മൂന്നാം വട്ടം മുഹമ്മദുർ റസൂലുള്ള കേൾക്കുമ്പോ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വിറകുകെട്ടിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വസല്ലിം അലൈഹി എന്ന റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള സ്വലാത്ത് അങ്ങ് ഉറക്കെ കേട്ടു. അദ്ദേഹത്തെ തിരിച്ചിങ്ങോട്ടെന്നെ വിട്ടു. ആ തിരിച്ചിങ്ങോട്ടെന്നെ വിട്ട് റസൂലുള്ളാഹിനെ കാണാൻ മദീനയിലേക്ക് പോകാൻ സാധിക്കാത്ത ആ ഇച്ഛാഭംഗത്തിൽ, വല്ലാത്ത മാനസികമായ വിഷമത്തിൽ തിരിച്ചു വന്നിട്ട് മഹാനവറുകൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ, ലോകത്ത് മുസ്ലിമീങ്ങൾ വല്ലാതെ പാടുന്നൊരു മദ്ഹിന്റെ കവിത, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ടവരുടെ മിഥിരിയ എന്ന് പറയുന്ന കവിത, റമദാനു ഷരീഫിൽ അതിലെ വരികൾ പലപ്പോഴും പല നാടുകളിലും തറാവീഹിന് ശേഷം ഇപ്പോഴും പാടാറുണ്ട്. ഉസല്ലി സ്വലാത്തൻ തംലഉൽ അർള വസ്സമാ അലാ മൻ ലഹു അലൽ ഉലാമു തബവ്വഉ എന്ന് തുടങ്ങിയിട്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. മിനൽ അർശി വൽ ഖുർസി അഹ്മദു ഖദ്ദനാ വനൂറുഹു മിൻ നൂരിഹി യതലഉ അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി ഫബി മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖറഊ. നോക്കണം നിങ്ങൾ, ഇவ்விധത്തിൽ മദീന എന്ന നാടിനോടും ആ മദീനത്ത് കിടക്കുന്ന ഹബീബ് റസൂലുള്ളാഹിനോടും മഹബ്ബത്ത് അങ്ങ് കൂടിപ്പോയി സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിന്. എന്നിട്ട് പറയാണ്, ഞാൻ സൂചിപ്പിച്ചത് നമുക്കുള്ള പാഠം എന്താണ്? മദീനയോട് മനസ്സിന്റെ ഉള്ളിൽ അതിനു മാത്രം ഇഷ്ടം നമുക്ക് വരണം, അതിനു മാത്രം പ്രേമം നമുക്ക് വരണം. കാരണം അവിടെ കിടക്കുന്നത് ആരാണ്? ഹബീബ് റസൂലുള്ളയാണ്. റസൂലുള്ള കിടക്കുന്ന നാട്ടിന് പവറാണ്, റസൂലുള്ള തൊട്ട സാധനത്തിന് പവറാണ്, റസൂലുള്ള ഉപയോഗിച്ച വസ്തുക്കൾക്ക് പവറാണ്. ഇതൊക്കെ ഇന്നലെ ചെറിയ രൂപത്തിൽ നമ്മൾ സൂചിപ്പിച്ചില്ലേ? ആ ഭാഗത്തേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന, യമാമ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ തലവൻ, അദ്ദേഹം അള്ളാന്റെ റസൂലിനെയും ഇസ്ലാമിനെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തന്റെ അധികാരത്തിന്റെ സകല സൗഭാഗ്യങ്ങളും ഉപയോഗിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ട് അകലെ നിന്ന് നബിതങ്ങളെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈർഷ്യതയും വെറുപ്പും മനസ്സ് നിറയെ പൊട്ടാൻ നിൽക്കുന്ന ഒരു ബലൂണ് പോലെ ഊതി വീർപ്പിച്ച് കൊണ്ടുവന്നയാള്. പക്ഷേ റസൂലുള്ളാഹിന്റെ സാമീപ്യം, നബിതങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു 10 മിനിറ്റ് ചെലവഴിക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ആ പൊട്ടാറായ ബലൂൺ അതിന്റെ കാറ്റൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, അദ്ദേഹത്തിന് റസൂലുള്ളാഹിനോട് ഇഷ്ടം വരുന്ന അവസ്ഥ. അതാ ഖുർആൻ പറയുന്നത്, വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി, തങ്ങളെങ്ങാനും കാർക്കശ്യ സ്വഭാവക്കാരനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക്, തങ്ങളുടെ ചുറ്റുഭാഗത്തുനിന്ന് ജനങ്ങളെ ഒഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്ത് ജനം ഒഴിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, കഷ്ടപ്പാടുകളുടെ തീച്ചൂളയിലിട്ട് വറക്കപ്പെട്ടപ്പോഴും റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്നു. നമുക്കറിയില്ലേ ബഹുമാനപ്പെട്ട സഹാബത്ത് എത്രയാ പേടിപ്പിക്കപ്പെട്ടത്? ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് വിശുദ്ധ ഇസ്ലാമിന് സാമ്രാജ്യങ്ങളൊക്കെ ഒരുപാട് വന്നപ്പോ, പല രാജ്യങ്ങളും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കീഴിലായപ്പോ, വളരെ സ്വസ്ഥമായ ഒരു സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട്, അല്ല ഖബ്ബാബ്, നിങ്ങളൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വല്ലാതെ പ്രയാസം സഹിച്ച ആൾക്കാരല്ലേ,
നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന തീഷ്ണമായ പരീക്ഷണങ്ങളുടെ ഒരു ചെറിയ വിശകലനം ഇപ്പൊ നടത്താമോ? ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ആ പഴയ കാളരാത്രികളുടെ അവസ്ഥകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നിമറയാൻ തുടങ്ങിയപ്പോൾ മഹാനവർകൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഉമറേ, അത് വിശദീകരിക്കാൻ പോലും എനിക്ക് ധൈര്യമല്ല, അല്ലെങ്കിൽ അതിന് കരുത്തില്ല. കാരണം അതിനു മാത്രം ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിലേക്ക് നല്ല ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ശരീരത്തിലെ നല്ല മുഴുമുഴുപ്പുള്ള നല്ല കൊഴുപ്പുള്ള ഭാഗത്തേക്ക് അങ്ങ് വെച്ചിട്ട് ആ കൊഴുപ്പ് ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന സമയത്ത് ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് പിടയുമ്പോ അത് കണ്ട് ആർത്തട്ടഹസിച്ച് ചിരിച്ചിരുന്നു സത്യത്തിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ. ആ സമയത്ത് ചിലപ്പോഴൊക്കെ പരീക്ഷണങ്ങൾ താങ്ങാതെ വന്നപ്പോ സാധുവായ ഞാനൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, അള്ളാന്റെ ഹബീബെങ്ങാനും മരിക്കാൻ ദ്വാർക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ പടച്ചോനെ ഞങ്ങളൊന്ന് മരിപ്പിക്കണേന്ന് ദ്വാർക്കുമായിരുന്നു. അவ்விധത്തിൽ പരീക്ഷണം സഹിച്ചിട്ടുണ്ട്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നമുക്കറിയില്ലേ, ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷിത്വം വഹിച്ച വനിത, ധീരവനിത സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. ആരാ സുമയ്യ? ഞാൻ ഇപ്പൊ സൂചിപ്പിച്ച അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയായ സുമയ്യ ബീവിയുടെ ഭർത്താവായ യാസിർ റളിയല്ലാഹു അൻഹു, മൂന്നാളുകളും അടിമകളായിരുന്നു നേരത്തെ. പക്ഷേ വിശ്വാസത്തിന്റെ സത്യത്തിന്റെ അന്തരീക്ഷം മനസ്സിലേക്ക് കയറിയപ്പോ സകല പരീക്ഷണങ്ങളും സഹിക്കാൻ തയ്യാറായി. അമ്മാറിന്റെ കുടുംബം കിരാതമായി മർദ്ദിക്കപ്പെട്ടു, ക്രൂരമായി അവർ പീഡിപ്പിക്കപ്പെട്ടു. ആ പീഡിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായി സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യഭാഗത്തുകൂടെ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ട് കയറ്റി അറേബ്യൻ മുശ്രിക്കുകൾ ഇഞ്ചിഞ്ചായി സുമയ്യ ബീവിയെ കൊന്നുകളഞ്ഞു. ഹബീബായ റസൂലുള്ളാഹിക്ക് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു വാക്ക്, സബ്റൻ യാ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ ക്ഷമിച്ചോളൂ, ഇതിന് പടച്ച റബ്ബ് പകരം പ്രതിഫലം നിങ്ങൾക്ക് പരലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ തരുമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ സഹിക്കേണ്ടി വന്നിട്ടും ക്ഷമിക്കേണ്ടി വന്നിട്ടും റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയ ഒരൊറ്റ മനുഷ്യനും ഇസ്ലാം എന്ന് രാജിവെച്ച് പുറത്തുപോയില്ല. എന്തുകൊണ്ട്? തങ്ങളുടെ സ്വഭാവ മഹിമയും സ്വഭാവ വൈശിഷ്ട്യവും റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിലെ നിഷ്കളങ്കതയും അത് സ്വീകരിച്ചാൽ ഈ ഉമ്മത്തിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന ഉത്തമ ബോധ്യവും അതായിരുന്നു അവരെ പിടിച്ചു നിർത്തിയത്. അതന്നെ ഖുർആൻ പറയുന്നത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, പടച്ച റബ്ബിന്റെ അനുഗ്രഹം കാരണത്താൽ ലിൻതലഹും, നബിയെ തങ്ങൾ അവരോട് മാർദ്ദവമായ പെരുമാറ്റം, ഏറ്റവും മൃദുവായ വിധത്തിൽ തങ്ങൾ അവരോട് പെരുമാറി. റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്, എല്ലാരോടും തങ്ങൾ ഏറ്റവും മൃദുവായി പെരുമാറി. കാർക്കശ്യത്തിന്റെ ശൈലി റസൂലുള്ള സ്വീകരിച്ചില്ല. കണിശമായ നിലപാടുകൾ പലപ്പോഴും അള്ളാഹിന്റെ റസൂൽ എടുത്തില്ല. വിട്ടുവീഴ്ചയുടെ സമീപനം തങ്ങൾ സ്വീകരിച്ചു. കാര്യങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാവുന്ന ഏറ്റവും നല്ല മാതൃകകൾ, പക്വതയുള്ള സമീപനങ്ങൾ അള്ളാഹിന്റെ റസൂൽ സ്വീകരിച്ചു. അതാണ് തുടർന്നുള്ള പറയുന്നത്, ഫഅഫു അൻഹും. അതുകൊണ്ട് നബിയെ, അവരിൽ നിന്ന് വല്ല അരുതായ്മകളും കണ്ടാൽ തങ്ങൾ അവരെ തൊട്ട് മാപ്പ് ചെയ്തു കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും വേണം അള്ളാഹിനോട്. വശാവിറുഹും ഫിൽ അംരി, കാര്യങ്ങളിലൊക്കെ തങ്ങൾ അവരോട് കൂടി കൂടിയാലോചന നടത്തണം. എന്നിട്ട് സ്വന്തമായിട്ടാണ്ട് ഇറങ്ങണ്ട, അടിച്ചേൽപ്പിക്കണ്ട, അവരോടുകൂടി തങ്ങൾ കൂടിയാലോചന നടത്തണം. അള്ളാഹിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ. നമ്മളൊക്കെ ജീവിതത്തിൽ തന്നെ കാണേണ്ട ഒരു നല്ല സ്വഭാവമാണ്. ഒരു നല്ല വിഷയത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിന്റെ കാര്യമായിരിക്കാം, ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിഷയമായിരിക്കാം. കാര്യബോധമുള്ള ആളുകളോട് ആലോചിച്ചുകൊണ്ട് അവരുടെ കൂടി ഒരു നല്ല അഭിപ്രായവും അംഗീകാരവും വാങ്ങാതെ ഒരു നല്ല വിഷയത്തിലേക്കും നമ്മൾ ഇറങ്ങരുത്. കാരണം ഈ ഉമ്മത്തെ എപ്പോഴും നന്നായി ജീവിക്കുന്ന ഒരു ഘട്ടം ഹബീബ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ മുശാവറയിലൂടെ, പരസ്പരം ചർച്ചയിലൂടെ തീരുമാനിക്കപ്പെടുന്ന ഘട്ടം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ റസൂലുള്ളാഹിക്കുണ്ട്. റസൂലുള്ള വളരെ മാർദ്ദവമായ സ്വഭാവമാണ്. എല്ലാരോടും എല്ലാത്തിനോടും തങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കാൻ നമ്മളോട് പറയും ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിന്റെ വീട്ടിൽ 10 കൊല്ലം ഖിദ്മത്തിന് നിന്ന കുട്ടിയാവുമ്പോ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹന്റെ മോനാണ്. ഉമ്മു സുലൈം ബീവി അനസിനാണ് കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. റസൂലുള്ള മദീനത്ത് വന്നപ്പോ, തങ്ങളെ ഇത് എന്റെ മോനാണ്, ഇവനൊന്നും അറിയില്ല, ഇവ ഇവിടെ നിന്ന് എന്തെങ്കിലും പഠിച്ചോട്ടെ, തങ്ങൾക്ക് റേഷൻ പീടിയിൽ അരി വാങ്ങണമെങ്കിൽ അതിന് പറഞ്ഞേക്കും ചെയ്യാം. അങ്ങനത്തെ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യും ചെയ്തോളും. അതോടൊപ്പം തന്നെ നബിയെ ഇവ ഇവിടെ നിന്നോട്ടെ, തങ്ങൾ വേണ്ട മര്യാദകളൊക്കെ പഠിപ്പിക്കണം. 10 കൊല്ലം അവിടെ നിന്നു.